There is no use to cry or split cashew. ഇങ്ങനെ അടുപ്പക്കാരോട് ഓർമ്മിപ്പിച്ചിരുന്ന ഒരു മലയാളി ബിസിനസ്മാൻ. അയാൾക്ക് എവിടെയാണ് തെറ്റിയത്? അയാൾ ചിലരെ ഉറച്ച് വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇന്ത്യൻ കോർപ്പറേറ്റ് ലോകത്ത് അയാളുടെ രക്തത്തിനായി ആരൊക്കെയോ ദാഹിച്ചിരുന്നു. ആരാണവർ? ഒടുവിൽ അദ്ദേഹത്തിൻ്റെ കേസ് CBI ഏറ്റെടുക്കുമ്പോഴും CBI ഉദ്യോഗസ്ഥരെ മാറ്റി മാറ്റി കളിക്കാൻ കേൾപ്പുള്ളവർ കർട്ടന് പിന്നിലുണ്ടായിരുന്നു. ആരാണ് ആ ബിസിനസ്മാൻമാർ? അവർ എന്തിനേക്കോ ഭയന്നിരുന്നു. ഒടുവിൽ തീഹാർ ജയിലിൽ അങ്ങനെ ആ ജീവിതം അവസാനിച്ചപ്പോൾ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു ബിസിനസ്മാനെയായിരുന്നു നഷ്ടപ്പെട്ടത്. ഒരിക്കൽ ഞാൻ നാണപ്പനങ്ങൾ എന്ന് വിളിക്കുന്ന ബോംബെക്കാർക്കെല്ലാവർക്കും അറിയാവുന്ന കുട്ടിക്കവിതകൾ എഴുതി കൊടുക്കുമായിരുന്ന നാണപ്പൻ മഞ്ഞപ്പുറയും കൂടി ബോംബെ CSTയിൽ നിന്നും ഡോംബവിലിയിലേക്കുള്ള യാത്രക്കിടയിൽ ഒരു കൂറ്റൻ ബിൽഡിംഗ് കണ്ടു. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ബ്രിട്ടാനിയ ബിസ്ക്കറ്റ്. അന്ന് നാണപ്പനങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു. നീ കൊല്ലംകാരനല്ലേ? നിനക്ക് ഇദ്ദേഹത്തെ അറിയാമോ? അന്ന് ആ ട്രെയിനിൽ വെച്ച് നാണപ്പനങ്ങൾ എന്നോടൊരു കഥ പറഞ്ഞു. കൊല്ലംകാരനായ ലോകമറിയുന്ന ഒരു ബിസ്ക്കറ്റ് രാജാവിൻ്റെ കഥ. മാലൂരിൻ്റെ കഥ പറച്ചിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. 1925-40 കാലഘട്ടം. കൊല്ലമെന്ന് കശുവണ്ടി വ്യവസായത്തിന് പേര് കെട്ടു തുടങ്ങിയ കാലം. റോച്ച് വിക്ടോറിയയും സ്വാമിനാഥനും ജോസഫ് പെരേരയും WC ആൻഡേഴ്സണും തുടങ്ങി തങ്ങൾ കുഞ്ഞു മുസ്ലിയാരും പൊയിലക്കട പരമേശ്വരപിള്ളയും വെണ്ടർ കൃഷ്ണപിള്ളയും കിടങ്ങിൽ കുഞ്ഞുരാമനുമൊക്കെ വാണിരുന്ന കശുവണ്ടി വ്യവസായം. ആ വ്യവസായ മേഖലയിലേക്കാണ് വെണ്ടർ കൃഷ്ണപിള്ളയുടെ മരുമകൻ K. ജനാർദ്ദനൻ പിള്ള എത്തുന്നത്. അതുവരെ ഉണ്ടായിരുന്ന കശുവണ്ടി വ്യവസായത്തിൻ്റെ എല്ലാ സാധ്യതകളെയും അയാൾ ഉപയോഗപ്പെടുത്തി. കശുവണ്ടിയുടെ റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ ബിസിനസ് അയാൾ രാജ്യത്താകെ തുറന്നിട്ടു. പല വിദേശ രാജ്യങ്ങളിലും നമ്മുടെ കൊല്ലത്ത് റോസ്റ്റ് ചെയ്ത കശുവണ്ടിയുടെ രുചി അറിയുന്നത് അയാളിലൂടെയായിരുന്നു. കശുവണ്ടി വ്യവസായത്തിൽ കിങ് മേക്കറായിരുന്നു. K. ജനാർദ്ദനൻ പിള്ളയ്ക്കും രാധാമണിയമ്മയ്ക്കും 1947 ഒരു പുത്രൻ ജനിക്കുന്നു. അയാൾ ആ കുട്ടിയെ മോഹൻദാസ് രാജൻ പിള്ള എന്ന് പേരിട്ട് വിളിക്കുന്നു. കുട്ടിക്കാലത്ത് അതിസമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു രാജൻ പിള്ള. പ്രസംഗത്തിലും അതീവ താല്പര്യത പ്രകടിപ്പിച്ചിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും രാജൻ പിള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. അതിനുശേഷം അച്ഛൻ്റെ ബിസിനസ്സിൽ സഹായിയായി കൂടി. പക്ഷേ അച്ഛൻ്റെ വ്യവസായമായ കശുവണ്ടി വ്യവസായത്തിൽ മാത്രമല്ലായിരുന്നു രാജൻ്റെ ശ്രദ്ധ. ഹോട്ടൽ വ്യവസായത്തിലുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വ്യവസായത്തിലും ലാഭം കൊയ്യാൻ രാജന് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെയാണ് അച്ഛൻ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. തൻ്റെ മക്കളിൽ ആരെങ്കിലും ഒരാൾ വിദേശത്ത് പോയി ജോലി ചെയ്യണം. അങ്ങനെ രാജൻ പിള്ളയ്ക്ക് ആ നറുക്ക് വീണു. തൻ്റെ സ്വത്തുക്കളിൽ ഭൂരിഭാഗവും സഹോദരങ്ങൾക്ക് എഴുതി നൽകിയ ശേഷം രാജൻ പിള്ള 1973 സിംഗപ്പൂരിലേക്ക് വണ്ടി കയറി. സിംഗപ്പൂർ അന്ന് വളർന്നു വന്നുകൊണ്ടിരുന്ന ഒരു രാജ്യം. വ്യവസായികളെയെല്ലാം 2 കൈ നീട്ടി സ്വീകരിച്ചിരുന്നു. അങ്ങനെ സിംഗപ്പൂരിലെത്തിയ രാജൻ പിള്ള സിംഗപ്പൂർ ജെറോം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ തൻ്റെ കന്നി സംരംഭം ആരംഭിച്ചു. തൻ്റെ കയ്യിൽ കരുതിയതും കുറച്ച് ബാങ്ക് ലോണുമൊക്കെ എടുത്ത് അദ്ദേഹം തൻ്റെ സംരംഭം ആരംഭിച്ചത്. അതിനയാൾ 20th സെഞ്ച്വറി ഫുഡ് എന്ന പേരും കൊടുത്തു. 20th സെഞ്ച്വറി ഫുഡ് എന്ന കമ്പനി നാമത്തിൽ ഒലെ എന്ന ബ്രാൻഡ് നെയിമോടുകൂടി സിംഗപ്പൂരിൽ ഇറങ്ങിയ എല്ലാ ഉൽപ്പന്നങ്ങളും വൻ വിജയമായി മാറി. അങ്ങനെ സിംഗപ്പൂർ വിപണി കീഴടക്കിയ രാജൻ പിള്ള സിംഗപ്പൂരിലും ഇന്ത്യയിലുമായി കഴിഞ്ഞിരുന്ന കാലം.
ഒരിക്കൽ കേരളത്തിലെത്തിയ രാജൻപിള്ള കേരളത്തിൽ ഒരു സമ്മേളന നഗരിയിൽ വെച്ച് അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന VK കൃഷ്ണമേനോനെ കാണാനിടയായി. രാജൻപിള്ളയുടെ സംസാര ശൈലിയും പ്രസംഗ ശൈലിയുമൊക്കെ ഇഷ്ടപ്പെട്ട VK കൃഷ്ണമേനോൻ ഈ ബിസിനസ്സുകാരനുമായി അടുപ്പത്തിലായി. ആ അടുപ്പം ചെന്നവസാനിച്ചത് VK കൃഷ്ണമേനോന്റെ അനന്തരവുമായുള്ള വിവാഹത്തിലാണ്. പക്ഷേ ആ ദാമ്പത്യ ജീവിതം അധിക നാൾ നീണ്ടുപോയില്ല. അപ്പോഴേക്കും രാജൻപിള്ള ജപ്പാൻ, മിഡിൽ ഈസ്റ്റ്, അങ്ങനെ വേണ്ട ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ തൻ്റെ ബിസിനസ് ഇടപാടുകൾ നടത്തുവാൻ ആരംഭിച്ചു. ഏതാണ്ട് ആഗോള വിപണി കീഴടക്കിയെങ്കിലും അദ്ദേഹത്തിന് ലാഭമുണ്ടായില്ല. കിട്ടുന്നത് മുഴുവൻ ബാങ്കുകാർക്ക് കൊടുക്കുവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയിരിക്കെ അദ്ദേഹം ഒന്ന് മാറി ചിന്തിച്ചു. സിംഗപ്പൂരിലെ ചില വ്യവസായികളെ കണ്ട് തൻ്റെ കമ്പനിയുടെ ഓഹരി എടുപ്പിച്ചു അദ്ദേഹം. അങ്ങനെ കമ്പനി ലാഭത്തിലേക്ക് കരകയറി. സിംഗപ്പൂർ വിപണി കീഴടക്കിയ ഒലെ എന്ന ബ്രാൻഡ് നെയിമോട് കൂടിയ സെഞ്ചുറി ഫുഡ്സ് തൻ്റെ ഓഹരികൾ വിൽക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയ ഒരു അമേരിക്കൻ കമ്പനി രാജനെ സമീപിച്ചു. അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബ്രാൻഡ്. അങ്ങനെ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബ്രാൻഡിന് തൻ്റെ കമ്പനിയുടെ 73% ഓഹരികളും രാജൻപിള്ള വിറ്റു. അവിടെ വച്ചാണ് രാജൻപിള്ള റോസ് ജോൺസനെ പരിചയപ്പെടുന്നത്. രാജൻപിള്ളയുടെ കമ്പനിയുടെ പേര് പിന്നീട് അങ്ങോട്ട് 20th സെഞ്ച്വറി ഫുഡ് സ്റ്റാൻഡേർഡ് ബ്രാൻഡ് എന്നാക്കി. കമ്പനിയുടെ ഭൂരിഭാഗം ഓഹരികളും വിറ്റെങ്കിലും വർക്കിംഗ് ചെയർമാനായി പിള്ള തന്നെ തുടർന്നു. അങ്ങനെ കൃത്യമായി രാജൻപിള്ള പോകുമ്പോഴാണ് 1980കളിൽ രാജൻപിള്ളയുടെ 20th സെഞ്ച്വറി സ്റ്റാൻഡേർഡ് ബ്രാൻഡ് ലണ്ടനിലെ നബിസ്കോ ഫുഡ് എന്ന കമ്പനിയിൽ ലയിക്കുന്നത്. നബിസ്കോ ഫുഡ് അതിൽ ലയിച്ചതോടുകൂടി പിള്ളയുടെ സാമ്രാജ്യം വളരെ വലുതായി മാറുകയായിരുന്നു. അന്നും ഓഹരികൾ വിറ്റെങ്കിലും പിള്ള തന്നെയായിരുന്നു ചെയർമാൻ. കാരണം ഒപ്പമുള്ളവർക്ക് അറിയാമായിരുന്നു പിള്ള എന്ന ബിസിനസ്മാന്റെ തന്ത്രവും കഴിവും. രാജ്യങ്ങളിലേക്കുള്ള യാത്ര. പിള്ള എന്ന് ഇന്ത്യയിലാണെങ്കിൽ ഉച്ചയ്ക്ക് സിംഗപ്പൂരിലായിരിക്കും, ഉച്ചയ്ക്ക് സിംഗപ്പൂരിലാണെങ്കിൽ നാളെ രാവിലെ അമേരിക്കയിലായിരിക്കും. അങ്ങനെ പറന്നു നടന്ന ഒരു മലയാളി. അങ്ങനെയാണ് അവർ ആകാശത്ത് വെച്ച് കണ്ടുമുട്ടുന്നത്. നീനാപിള്ളയും രാജൻപിള്ളയും ആകാശത്ത് വെച്ച് കണ്ടുമുട്ടി സൗഹൃദത്തിലായ അവർ പിന്നീടുള്ള യാത്ര ഒരുമിച്ചായി. രാജൻപിള്ളയും നീനാപിള്ളയും അവർ വിവാഹിതരായി. 1983 അത്. പിന്നീട് അങ്ങോട്ട് രാജൻപിള്ളയുടെ ജീവിതത്തിലും ബിസിനസ്സിലും സഹായിയായി എന്നും നീനാപിള്ള ഉണ്ടായിരുന്നു. അങ്ങനെ 1988 രാജൻപിള്ള ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് കമ്പനി മേടിക്കുന്നു. ബ്രിട്ടനിലെ അസോസിയേറ്റ് ബിസ്ക്കറ്റ് ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനി പിള്ള മേടിക്കുന്നത് ഏതാണ്ട് $4.4 ദശലക്ഷം രൂപ മുടക്കിയാണ്. അതോടുകൂടി അവരുടെ 39% ഓഹരികളും പിള്ളയുടെ കയ്യിലായി. പിള്ളയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ ഡീലിൽ പിള്ളയ്ക്ക് ഒരു ശത്രു ഉണ്ടായി. പിള്ളയുടെ ഉറ്റമിത്രമായിരുന്ന സാക്ഷാൽ മുഹമ്മദ് അലി ജിന്നയുടെ കൊച്ചുമകൻ നസ്ലി വാഡിയ. നസ്ലി വാഡിയായിരുന്നു ആദ്യം രാജനോട് ഈ കഥ പറഞ്ഞിരുന്നത്. ബിസ്ക്കറ്റ് കമ്പനി അവരുടെ ഓഹരികൾ വിൽക്കുന്നുണ്ട് എന്ന്. പക്ഷേ ഈ കച്ചവടം കഴിഞ്ഞതോടുകൂടി നസ്ലി വാഡിയയും രാജനും തമ്മിൽ തെറ്റി. അന്നു മുതൽ നസ്ലി വാഡിയ ഇന്ത്യയിലെ രാജന്റെ വലിയൊരു ശത്രുവായി മാറുക തന്നെ ചെയ്തു. പക്ഷേ രാജൻ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല. അയാൾ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് ഇന്ത്യ, അമേരിക്ക, യൂറോപ്പ് എന്നീ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കൃത്യമായി ബിസിനസ് കൊണ്ടുപോകുന്ന രാജൻപിള്ളയുടെ കഴിവിനെ പ്രശംസിക്കുക മാത്രമല്ല മറ്റു കമ്പനികളും രാജൻപിള്ളയെ സമീപിച്ചു. അവരുടെ കമ്പനികൾ
രാജൻ പിള്ളയെ ഏൽപ്പിച്ചു. ഇംഗ്ലീഷ് ബിസ്ക്കറ്റ് മാനുഫാക്ചേഴ്സ്, പാകിസ്ഥാനിലെയും മലേഷ്യയിലെയും മറ്റ് 2 വലിയ ബിസ്ക്കറ്റ് യൂണിറ്റുകൾ തുടങ്ങിയവയെല്ലാം രാജന്റെ കൈകളിലെത്തി. അവയെല്ലാം രാജന്റെ കൈകളിൽ ഭദ്രമായിരുന്നു. അങ്ങനെ ലോകത്തിന്റെ തലപ്പക്കത്തിൽ ഒരു മലയാളി ബിസിനസ്മാൻ എത്തിപ്പെട്ടു. മലയാളികൾക്ക് മാത്രമല്ലായിരുന്നു, ഇന്ത്യക്കാർക്ക് മുഴുവനത് അഭിമാനമായിരുന്നു. അന്നാണ് സിംഗപ്പൂർ ടൈംസ് എന്ന പത്രം രാജൻ പിള്ളയെ ആദ്യമായി ദ ബിസ്ക്കറ്റ് കിങ് എന്ന് വിശേഷിപ്പിച്ചത്. രാജൻ പിള്ള തന്റെ സാമ്രാജ്യത്തിൽ വിരാജിക്കുമ്പോൾ അയാളുടെ ശത്രുക്കൾ ഇപ്പുറത്ത് കോപ്പുകൂട്ടുകയായിരുന്നു. അയാളുടെ ഉറ്റ ചങ്ങാതിയായ റോസ് ജോൺസണും അവരോടൊപ്പം ചേർന്നു. അങ്ങനെ അയാളെ ബ്രിട്ടാനിയയുടെ തലപ്പത്ത് നിന്ന് മാറ്റുവാൻ അവർ കരുക്കൾ നീക്കി. ഒടുവിൽ അവരത് വിജയിച്ചു. ബ്രിട്ടാനിയയുടെ തലപ്പത്ത് നിന്നും രാജൻ പിള്ളയെ നീക്കി. അതിനുശേഷം റോസ് ജോൺസൺ അയാൾക്കെതിരെ ഒരു കേസ് കൊടുത്തു. ബ്രിട്ടാനിയയുടെ മുൻ ചെയർമാൻ അദ്ദേഹത്തിന്റെ സ്വന്തം കമ്പനിക്ക് വേണ്ടി ബ്രിട്ടാനിയ ബിസ്ക്കറ്റിൽ നിന്നും ഏതാണ്ട് $14 ദശലക്ഷം ഒരു രേഖകളുമില്ലാതെ കടത്തി എന്നായിരുന്നു. കേസ് കൊടുത്തത് സിംഗപ്പൂരിൽ. ആ കേസിൽ പിള്ളയ്ക്ക് വേണ്ടി കേസ് ബാധിച്ചത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിശ്വസ്തനായ അലൻ ജോൺസൺ ആയിരുന്നു. അവർ കെട്ടിച്ചമച്ച കള്ളക്കഥയ്ക്കും കള്ള രേഖകൾക്കും കള്ള സാക്ഷികൾക്ക് മുന്നിൽ അലൻ ജോൺസണും പിടിച്ചു നിൽക്കാനായില്ല. ഒടുവിൽ കേസ് പിള്ള തോറ്റു. അന്ന് കോടതിക്ക് പുറത്തെത്തിയ അലൻ ജോൺസൺ പറഞ്ഞത് നീതിയുടെ അടിസ്ഥാന നിയമങ്ങൾ പോലും ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അങ്ങനെ സിംഗപ്പൂർ കോടതി പിള്ളയ്ക്ക് 14 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. തനിക്കൊരിക്കലും സിംഗപ്പൂരിൽ നീതി കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ പിള്ള അവിടെ നിന്നും ഇന്ത്യയിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടെയുള്ളവരുടെ സഹായത്തോടെ പിള്ള ഇന്ത്യയിലേക്ക് വിമാനം കയറി. പിള്ളയ്ക്ക് ഉറപ്പായിരുന്നു ഇന്ത്യയിൽ തനിക്ക് നീതി ലഭിക്കുമെന്ന്. തൻ്റെ രാജ്യത്തെ ജുഡീഷ്യറിയിൽ അദ്ദേഹത്തിന് അത്രയ്ക്ക് വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിലെത്തിയ പിള്ള തിരുവനന്തപുരത്ത് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചു. അവിടെ നിന്നും അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്തു. പക്ഷേ കേരള ഹൈക്കോടതിയും ബോംബെ കോടതിയും അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യം നിഷ്കരണം തള്ളിക്കളഞ്ഞു. അദ്ദേഹത്തെ ഡൽഹിയിലെ ഒരു 5 നക്ഷത്ര ഹോട്ടലിൽ നിന്നും ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് തീഹാർ ജയിലിലെത്തിച്ചു. പക്ഷേ നിങ്ങളൊന്ന് ഓർക്കണം, സിംഗപ്പൂർ പോലീസ് ആ കേസ് മറന്ന മട്ടായിരുന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിന് ഒരു രോഗം പിടിപെട്ടിരുന്നു, ലിവർ സിറോസ്. അതിന്റെ മൂർച്ഛന്യത്തിൽ എത്തി നിൽക്കുന്ന അവസ്ഥയിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് തന്നെ. കോടതിയിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഉൾപ്പെടെ എല്ലാവരും അദ്ദേഹത്തിന് ചികിത്സ വേണമെന്ന് അപേക്ഷിച്ചു. കോടതി അത് അംഗീകരിച്ചെങ്കിലും തീഹാർ ജയിലിലെ ജയിൽ സൂപ്രണ്ടും ഡോക്ടറും അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള പരിചരണം കൊടുത്തതുമില്ല. സാധാ ഒരു ജയിൽ പുള്ളിയെ കാണുന്നത് പോലെ തീഹാർ ജയിലിലെ വെറും സിമന്റ് തറയിൽ കിടത്തി. രോഗം മൂർച്ഛിച്ചു നിൽക്കുന്ന അവസ്ഥ, രക്തം ഛർദിക്കുന്ന അവസ്ഥ, അതോടൊപ്പം നല്ല പനിയുമുണ്ട്. ഡോക്ടർമാരാരും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയില്ല. ലോകം കണ്ട ആ ബിസിനസ്മാൻ തീഹാർ ജയിലിന്റെ ആ വെറും സിമന്റ് തറയിൽ ചോര ഛർദിച്ച് മരണത്തെ പുൽകി. അതിനുശേഷവും അദ്ദേഹത്തോട് ആ ഡോക്ടറോ ജയിൽ അധികൃതരോ നീതി പുലർത്തിയില്ല. ദീൻദയാൽ ഉപാധ്യായ ആശുപത്രിയുടെ വാരാന്തയിൽ കൊണ്ടുവന്ന് തള്ളി ഇയാളൊരു കുടിയനാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്നും അവർ രക്ഷപ്പെടുകയായിരുന്നു. ആ രക്ഷപ്പെടിയിൽ ആര് പറഞ്ഞിട്ടാണ്? അന്ന് ആരാലും നോക്കാനില്ലാതെ ആ ബിസിനസ്മാന്റെ ശരീരം ആ ആശുപത്രി തിണ്ണയിൽ തണുത്ത് മരവിച്ച് അങ്ങനെ കിടന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം പലരും മുതലക്കണ്ണീരൊഴുക്കി, പലരും പല സ്റ്റേറ്റ്മെന്റുകളും പറഞ്ഞു. പക്ഷേ അദ്ദേഹം ജയിലിലായപ്പോഴും അദ്ദേഹത്തെ പോലീസും
ഇവിടുത്തെ പാപ്പരാസി മാധ്യമങ്ങളും വേട്ടയാടിയപ്പോഴും അന്നൊന്നും ഇവരാരും ഒരു വാക്ക് പോലും ഉച്ചരിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ മരണശേഷം കേരള നിയമസഭ വലിയ ഖേദം പ്രകടിപ്പിച്ചു പോലും. മരണത്തിനു മുമ്പ് അദ്ദേഹത്തെ അവർക്ക് രക്ഷിക്കാമായിരുന്നു. ഉത്തരേന്ത്യൻ പാപ്പരാസ്യ പത്രങ്ങൾ ആർക്കൊക്കെ വേണ്ടി അദ്ദേഹത്തെ എഴുതി ഇല്ലാതാക്കിയപ്പോൾ ഇവർക്ക് കൃത്യമായി ഉത്തരം നൽകാമായിരുന്നു. പക്ഷേ അതൊന്നും അന്ന് സംഭവിച്ചില്ല. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ചില രാഷ്ട്രീയ നേതാക്കൾ പോലും അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞത്. പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യ നീനാപിള്ള കേസ് കൊടുത്തെങ്കിലും തീഹാർ ജയിലിലെ മരണത്തിന് വേണ്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. റിട്ടയർഡ് ജഡ്ജായ ലീല സേഡിന്റെ നേതൃത്വത്തിലായിരുന്നു ആ അന്വേഷണ കമ്മീഷൻ. ആ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത് അത്രയും തീഹാർ ജയിലിലെ അധികാരികൾക്ക് എതിരായിരുന്നു. അങ്ങനെ ഇന്ത്യൻ ഗവൺമെന്റ് നീനാപിള്ളയ്ക്കും മാതാവിനും 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്തു. പക്ഷേ നീനാപിള്ള വെറുതെ ഇരുന്നില്ല, അവർ പോരാട്ടത്തിലായിരുന്നു. അങ്ങനെ രാജന്റെ മരണത്തിന് മുന്നിൽ പ്രവർത്തിച്ചവരെ മുഴുവൻ വിളിച്ചെത്തു കൊണ്ടുവരാൻ നീനാപിള്ള കൊടുത്ത കേസ് ഒടുവിൽ CBI ഏറ്റെടുത്തു. 2001 പക്ഷേ ആ കേസിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെയെല്ലാം പെട്ടെന്ന് മാറ്റിക്കൊണ്ടിരുന്നു. അങ്ങനെ മാറ്റുവാൻ കർട്ടന് പിന്നിൽ നിന്ന് ആരൊക്കെയോ കളിക്കുന്നുണ്ട്. ലോകത്തിന്റെ വ്യവസായ ഭൂപടത്തിൽ കേരളത്തിന്റെ പേര് കോറിയിട്ട ആ യുവ സംരംഭകനും വ്യവസായിയുമായിരുന്ന രാജൻ പിള്ളയുടെ മരണത്തിന് പിന്നിൽ ആരാണ്? കാലം ഉത്തരം തരിക തന്നെ ചെയ്യുമായിരിക്കാം. നമുക്ക് കാത്തിരിക്കാം. സ്റ്റോറി സലാം.